മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ ഫണ്ട് വിതരണം ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയെന്നാരോപിച്ച് കളക്ടർ DR മേഘശ്രീക്കെതിരെ നടപടിക്ക് നീക്കം. വീഴ്ച സംബന്ധിച്ച് വിശദീകരണം തൃപ്തികരമല്ല എന്ന് ചൂണ്ടിക്കാട്ടി ദുരന്ത നിവാരണ വകുപ്പ് സെക്രട്ടറി കളക്ടർക്ക് നോട്ടീസ് അയച്ചു. ചീഫ് സെക്രട്ടറി ഡോക്ടർ A. ജയതിലകന്റെ നിർദ്ദേശപ്രകാരമുള്ള നീക്കം പ്രതികാര നടപടിയെന്നും ആക്ഷേപമുണ്ട്. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ ജീവനോപാധി നഷ്ടപ്പെട്ടവർക്ക് സഹായം അനുവദിക്കുന്നതിലും വായ്പാ ബാധ്യത ഏറ്റെടുക്കുന്നതിലും വീഴ്ച വരുത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കളക്ടർ DR മേഘശ്രീക്കെതിരെ സർക്കാർ നടപടിക്കൊരുങ്ങുന്നത്. നടപടി മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് കളക്ടർക്ക് ഒരു മാസത്തെ ഇടവേളയിൽ 2 നോട്ടീസുകളാണ് ലഭിച്ചത്. ഏപ്രിൽ 18-ന് ദുരന്ത നിവാരണ വകുപ്പ് സെക്രട്ടറി K. ബിജുവും ജൂൺ 2-ന് MG രാജമാണിക്യവുമാണ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. ഫണ്ട് വിതരണത്തിലെ കാലതാമസം വ്യക്തിപരമായ വീഴ്ചയായി കണ്ട് നടപടിയെടുക്കുമെന്നാണ് സർക്കാരിന്റെ മുന്നറിയിപ്പ്. മുൻ സർക്കാരിന്റെ കാലത്താണ് നടപടി ആരംഭിച്ചത്. ചീഫ് സെക്രട്ടറിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിന് ശേഷമാണ് കളക്ടർക്കെതിരെ നടപടി നീക്കം തുടങ്ങുന്നത്. വായ്പാ ബാധ്യത ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച ഗുണഭോക്തൃ പട്ടിക അന്തിമമാക്കുന്നതിൽ വീഴ്ച വന്നതായി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് MG രാജമാണിക്യം അയച്ച കത്തിൽ ഗുരുതരമായ പരാമർശങ്ങളാണുള്ളത്. ദുരന്തം നടന്ന് ഇത്രയും കാലം കഴിഞ്ഞിട്ടും പരിശോധനയോ സൂക്ഷ്മപരിശോധനയോ നടത്താത്ത ഒരു പട്ടിക മന്ത്രിസഭയ്ക്ക് മുന്നിൽ സമർപ്പിച്ചത് ഗുരുതരമായ ഭരണപരമായ വീഴ്ചയെയും ജാഗ്രതക്കുറവിനുമാണ് കാണിക്കുന്നതെന്നാണ് നോട്ടീസിലെ പരാമർശം. എന്നാൽ വർഷാവസാനത്തെ കണക്ക് ക്ലോസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ട്രഷറി നിയന്ത്രണങ്ങളും സർക്കാരിലെ കാലതാമസവുമാണ് ഫണ്ട് വിതരണം വൈകിയതിന്റെ കാരണമെന്നാണ് കളക്ടർ DR മേഘശ്രീയുടെ വിശദീകരണം. ഉപജീവന സഹായത്തിനായി അനുവദിച്ച 6 കോടി രൂപയിൽ 3.19 കോടി രൂപ ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിലേക്കായിരുന്നു. എന്നാൽ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുമ്പ് ഈ തുക കളക്ടറുടെ അക്കൗണ്ടിലേക്ക് മാറ്റാൻ കഴിയാതെ വന്നതോടെയാണ് പണം ലാപ്സായതെന്നും മേഘശ്രീ വിശദീകരിക്കുന്നു. ഇക്കാര്യം ദുരന്ത നിവാരണ സെക്രട്ടറിയുടെ ചുമതല വഹിച്ചിരുന്ന K. ബിജു ഏപ്രിൽ 17-ന് പുറത്തിറക്കിയ സർക്കുലറിൽ സ്ഥിരീകരിക്കുന്നുമുണ്ട്. വസ്തുത ഇതായിരിക്കെ വയനാട് കളക്ടർക്കെതിരായ നടപടി നീക്കം പ്രതികാര നടപടിയാണെന്നാണ് ഭരണവൃത്തങ്ങൾ ഉയരുന്ന ആക്ഷേപം. ചീഫ് സെക്രട്ടറി കർശന സ്വരത്തിൽ ആവശ്യപ്പെട്ടിട്ടാണ് കളക്ടർക്ക് നോട്ടീസ് അയച്ചതെന്ന് K. ബിജുവും MG രാജമാണിക്യവും സമ്മതിക്കുന്നുണ്ട്. സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്ന് നേരിട്ട് കണ്ട് വിശദീകരിക്കാൻ വയനാട് കളക്ടർ അനുമതി ചോദിച്ചിട്ടും ചീഫ് സെക്രട്ടറി ഡോക്ടർ A. ജയതിലക് സമ്മതിച്ചില്ലെന്നും ആക്ഷേപമുണ്ട്. R. ശ്രീജിത്ത്, 24, തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.